മക്കളെ ഇത്തവണത്തെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെന്ന അതിയായ ആഗ്രഹത്തോടെ കൂടെ ഇരിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് മിസ് ഇപ്പോൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇനി കേരളത്തിൽ 2 നീറ്റ് എക്സാം ഉണ്ടായിരിക്കും. അതായത് നമ്മളെപ്പോഴും എന്താ ചെയ്യുക, കറക്റ്റ് നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ അന്ന് നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കാരണങ്ങൾ പലതുണ്ട്. അതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം വീതമാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് ആ ഒരു നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയിരിക്കും. അതിൽ എങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് ഒരു പ്രത്യേകിച്ച് നമുക്കൊന്നും അറിയണ്ടാവില്ല. ചിലപ്പോൾ ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു നമുക്കറിയാം 3 hours 20 minutes ആണ് നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യേണ്ടത് ഇതൊന്നും നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ചേട്ടാ ഇതൊന്ന് മുന്നേ തന്നെ നമുക്കൊരു മോക്ക് ടെസ്റ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, നമുക്കൊരു നീറ്റ് എക്സാം കറക്റ്റ് ഒരു പക്ക നീറ്റ് എക്സാം നമുക്ക് മുന്നേ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് പക്ക ഒരു നീറ്റ് എക്സാം, അതായത് എങ്ങനെയായിരിക്കും നീറ്റ് എക്സാം ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ നമ്മുടെ എക്സാം വിന്നർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നീറ്റ് എക്സാം നടത്താൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും നമ്മുടെ നീറ്റ് എക്സാം നടക്കുന്നുണ്ടാവുക. അപ്പോൾ ആരും അത് മിസ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 വട്ടം നിങ്ങൾ നീറ്റ് എക്സാം എഴുതാം. അതായത് ശരിക്കുള്ള നീറ്റ് എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നറുടെ നീറ്റ് എക്സാം നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത് പക്ക പ്രോപ്പർ ആയിട്ടൊരു കറക്റ്റ് നീറ്റ് എക്സാം എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ഓഫ്ലൈൻ ആയിട്ട് OMR ബേസിലായിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുക. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, April 7 ആയിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നുണ്ടാവുക. 2 മണി തുടങ്ങിയിട്ട് 5:20 കറക്റ്റ് മിസ് നേരത്തെ പറഞ്ഞ പോലെ നീറ്റ് എക്സാം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് 3 hours 20 minutes ആയിരിക്കും ഉണ്ടാവുക. then അതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ജസ്റ്റ് ഫീ എന്ന് പറയുന്നത് വെറും 100 rupees മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിലായിട്ടായിരിക്കും ഈ ഒരു എക്സാം നടത്തുന്നുണ്ടാവുക ഓഫ്ലൈൻ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നീറ്റ് എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ട് പോയി വരാനായിട്ട് സാധിക്കുന്ന ഏതാണ് ജില്ല, നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലം ഏതാണെന്നുള്ളത് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ അതിന് ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും. ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അടുത്ത് പോയി വരാനായിട്ട് സാധിക്കുന്നത് ഏതാണെന്നുള്ളത്. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു സ്ഥലം നിങ്ങൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷനും കൂടെ തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു എക്സാം നമ്മൾ നടത്തുന്നതിൽ ഫസ്റ്റ് പ്ലേസിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50,000 rupees ക്യാഷ് പ്രൈസ് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ സെക്കൻഡ് പ്ലേസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30,000 rupees ക്യാഷ് പ്രൈസ് കിട്ടുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്ക് തേർഡ് പ്രൈസ് ആണ് അല്ലെങ്കിൽ തേർഡ് പ്ലേസിലാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20,000 ക്യാഷ് പ്രൈസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആരും ഒരു മിസ്സാക്കരുത്. നിങ്ങൾക്ക് ഇത് കറക്റ്റ് നല്ലോണം യൂസ്ഫുൾ ആയിരിക്കും മക്കളെ. കാരണം നമുക്ക് നീറ്റ് എക്സാം എഴുതുന്നതിന് മുന്നേ എങ്ങനെയായിരിക്കും ആ നീറ്റ് എക്സാം, അതിനോടുള്ള ഒരു പേടിയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇതുവരെ പഠിച്ച പോർഷനിൽ നിന്നുള്ളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ഭാഗത്താണ് വരുന്നത്, എങ്ങനെയായിരിക്കും ശരിക്കുള്ള നീറ്റ് എക്സാം നടക്കുന്നത്, അതേപോലെ തന്നെയായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക, ഫുള്ള് സെറ്റായിട്ട് നല്ല റാങ്ക് തന്നെ വാങ്ങാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.